വാവ്, അതിസുന്ദരമായ പൂമ്പാറ്റ. ഇംലി വാ, ഒരുപാട് ലേറ്റ് ആയി, നമുക്ക് വീട്ടിലേക്ക് പോകാം. ചേട്ടാ, ഈ ചിണ്ടു എങ്ങോട്ടാ പോയത്? നിങ്ങൾ ചെല്ല, ഞാൻ ചിണ്ടുവിനെ തേടി കണ്ടുപിടിച്ച് കൊണ്ടുവരാം. അവൻ പൂമ്പാറ്റയുടെ പുറകെ ഓടിയതാ, കാട്ടിൽ എങ്ങനെ കാണും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരുപക്ഷെ നമ്മുടെ എക്സ്പെരിമെന്റ് വിജയിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾക്കും മനുഷ്യരെ പോലെ ശരീരം കിട്ടുന്നതായിരിക്കും. അതോടെ നമുക്ക് ഈ ഭൂമി മുഴുവൻ അടക്കി ഭരിക്കാൻ സാധിക്കും. നമ്മുടെ പ്ലാനറ്റിൽ നിന്ന് നമുക്ക് എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. എല്ലാവർക്കും ഹ്യൂമൻ ബോഡി കിട്ടും. നീ ആ മൃഗം ഡോങ്കിയുടെ അടുത്തേക്ക് ചെല്ല്. ഞാൻ ചെന്ന് ആ മനുഷ്യന്റെ കാര്യത്തിൽ എക്സ്പെരിമെന്റ് ചെയ്യാം. പിന്നെ കാർ, നീ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം. ഇത് ഏതു തരം മാസ്കാ? ഇത് ലൈറ്റ് കാരണം ജ്വലിക്കുന്നുണ്ടല്ലോ. വാവ്, ശരിക്കും നല്ല രസമുണ്ട്. ഈ മാസ്ക് എവിടെ നിന്നാണ് വന്നത്? ഇത്രയും നേരം ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓടിക്കോ, ഈ മാസ്കിൽ നിന്ന് എന്നെ രക്ഷിക്കേ. അതെന്റെ പുറകെ വന്നോണ്ടിരിക്കുകയാണ്. രക്ഷിക്കണേ. ഇത് കണ്ടോ, ഇതൊരു ആഡ് ഫിലിമിനുള്ള ഓഡിഷന്റെ ഇൻവിറ്റേഷനാ. നിനക്കും അത് കിട്ടിയില്ലേ? ഇല്ലല്ലോ. വീർ, നിനക്ക് ഇൻവിറ്റേഷൻ കിട്ടിയില്ലല്ലേ? ഓ സോറി. നിന്റെ വീടിന് പുറത്ത് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ എൻ്റെ അച്ഛന് കൊടുത്തിരിക്കുക. ചിണ്ടു, പെൻഗ്വിൻസ് നിക്ക്. Robo Boy suit on. Robo Boy suit on. ഞാനിവിടെ എന്തെടുത്തോണ്ടിരിക്കുക? ഓ നോ, വീണ്ടും ഇവൻ എല്ലാ കാര്യവും മറന്നെന്നാ തോന്നുന്നേ. ചിണ്ടു, നിന്റെ തലയൊന്ന് കാണിക്ക്, ഞാൻ ഒരു അടി വെച്ച് തരാം. എന്റെ തലയിൽ കൈവെക്കരുത്, പറഞ്ഞേക്കാം. വീണ്ടും ഞാൻ ട്രൈ ചെയ്യാം. കൂട്ടുകാരെ, അവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കുക. അവൻ എന്നെ തല്ലാൻ വരുവാ. കൂട്ടുകാരെ, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? പിക്നിക്കിന് വന്നവരെ പോയി കണ്ടാലോ? ചിലപ്പോ അവരുടെ കയ്യിൽ ഒരുപാട് ആഹാരങ്ങളൊക്കെ കാണുമായിരിക്കും. അവിടെ തന്നെ നിക്ക് ചിണ്ടു, ഞാനാ പറയുന്നത് നിക്കാൻ. നിനക്ക് ഈയിടെയായിട്ട് കളി ഇത്തിരി കൂടുന്നുണ്ട്. ശരിക്കും ഞാൻ ഈ ചിണ്ടുവിനെ കൊണ്ട് തോറ്റു. എന്നാ ശരി, ഇപ്പൊ ചെന്ന് ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കാം. ആരാടാ ഇവൻ? നമ്മുടെ ഈ സ്ഥലത്തേക്ക് അവൻ പുതിയതായി വന്നതാണ്.
എക്സ്ക്യൂസ് മീ. അയ്യോ അയ്യോ, ഇവന്മാരൊക്കെ വീണ്ടും നല്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അതെ, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന നമ്മളെ വീറിന് ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല. നമ്മൾ അവന്റെ ഹാർഡ് ഡ്രൈവും കൊണ്ട് വളരെ ദൂരേക്കാണ് പോകുന്നത്. ബോസ് ബോസ്, വീർ അവന്റെ സ്പേസ് ഷിപ്പിൽ നമ്മളെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. ടിംബക്ടു നമ്മുടെ റോബോട്ട്സുകളെ വെച്ച് ആ ഷിപ്പിനെ അറ്റാക്ക് ചെയ്യും. ഓ, ഞാൻ അന്വേഷിക്കുന്ന ഹാർഡ് ഡിസ്ക് ഇതല്ല, ഇതുമല്ല. ഓ, ഇതുമല്ലല്ലോ. ഓ ശരാ, ഇതുമല്ലല്ലോ. നീ റെഡി ആയിട്ടിരുന്നോ ടിംബക്ടു? എന്റെ അമ്മച്ചിയെ പറ്റില്ല, എനിക്ക് ഭാര്യയൊന്നുമില്ല, പറ്റില്ല, എനിക്ക് കുട്ടികളൊന്നുമില്ല, ഭാര്യയുമില്ല, മക്കളുമില്ല, എന്നെ വിട്ടേക്ക്. അല്ല സാറേ, എന്താ ചെയ്യുന്നത്? വഴക്കൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതല്ലേ? എന്നുവെച്ച് ഫാമിലിയൊക്കെ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ ഒട്ടും ശരിയല്ല. നിങ്ങളുടെ മോനെ കാണാൻ എന്ത് ഭംഗിയാ. നിങ്ങളുടെ മോൻ നിങ്ങളെ പോലെ തന്നെയാട്ടോ. അങ്ങോട്ട് നോക്കിയേ. എന്നിട്ട് നിങ്ങൾ കള്ളം പറഞ്ഞ് പറ്റിക്കാൻ നോക്കുക അല്ലേ? ശർമാജി ഒരിക്കലും ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ. എന്റെ അച്ഛാ, ഒന്നും മിണ്ടാതിരിക്കണം. എന്നോട് ദേഷ്യമാണോ അച്ഛാ? ഉമ്മ ഒന്ന് ഇറങ്ങി പോടാ അവിടുന്ന്. ഒന്നിനെയും വെറുതെ വിടില്ലേ. ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ലല്ലോ. അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞ് എന്റെ പുറകെ വന്നോണ്ടിരിക്ക. ഹലോ സാർ, സാർ ചിണ്ടു എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സാർ. അവന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ചെയ്യരുത് സാർ. ശരിക്കും നിങ്ങൾ അവന്റെ അച്ഛനായിരുന്നെന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു സാർ. ഇന്നു മുതൽ ഞാൻ സാറിനെ അങ്കിൾ എന്ന് വിളിച്ചോട്ടെ? തീർച്ചയായിട്ടും മോനെ, പറയൂ മോനെ. അതുപോലെ എന്നെ ആന്റി എന്ന് വിളിച്ചോളൂ. വീർ, ഇത് ചിണ്ടു അല്ല, വേറൊരാള് വേഷം മാറി വന്നിരിക്ക. അല്ല, അവൻ ചിണ്ടുവാ. അത് ചിണ്ടു അല്ല. അവൻ തന്നെയാ ചിണ്ടു. അല്ലാന്നാ പറഞ്ഞത്. അവനല്ലെങ്കിൽ പിന്നെ ആരാ? ഞാനാണ് ചിണ്ടു, ഞാനാണ്. സോറി. ഓക്കെ ഓക്കെ വീർ, നീ ജയിച്ചു, ഞാൻ തോറ്റു. ചേടാ, നീ ചിണ്ടു ആണെങ്കിൽ പിന്നെ ഇതാരാ? ഓ, അപ്പൂപ്പ നിങ്ങളായിരുന്നോ? നിങ്ങളാണോ ഇവരെ സഹായിച്ചത്? സോറി അപ്പൂപ്പ. സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യരുത്. ഇവർ കണ്ട കാര്യങ്ങളെല്ലാം മറക്കട്ടെ, അതിനെന്തെങ്കിലും ചെയ്യും.